അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ആലപ്പുഴ ബോട്ടിങ്ങിന് പോയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ ഫാമിലിയിലുള്ള എല്ലാവരും ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അനിയന്മാരാണ്, അവന്മാരെ രണ്ടുപേരും ദുബായിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പോകാറായി കേട്ടോ. രണ്ടുപേരും ആക്ച്വലി തിരിച്ചു പോയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പം ഇതൊക്കെ ഒരു നൊസ്റ്റാൾജിക് മൊമെൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ ഇടുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഇതൊന്നും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതല്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ വീക്കിലാണ് പോയത്. ഈ വീക്കിലാണെങ്കിൽ നമുക്ക് അത്രയും മഴയൊക്കെ കാരണം പോകാനും പറ്റത്തില്ലായിരുന്നു. അന്നതേ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് തന്നെ നമ്മുടെ ട്രിപ്പ് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്തിന് ഇടയ്ക്ക് നിർത്തിയിട്ട് ചെറിയ ചാറ്റൽ മഴയത്ത് ചൂട് കട്ടൻ ചായയും ഉള്ളിവടയും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴ, കട്ടൻ ചായ, ഉള്ളിവട, ആഹാ അന്തസ്. കിടങ്ങറയാണ് കേട്ടോ നമ്മൾ നിർത്തിയത്. കിടങ്ങറയെന്ന് നോട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ആ സമയം ഇക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇക്കാട് പറയാൻ വേണ്ടിയിട്ട് സ്ഥലം ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ഫാമിലിയിൽ തന്നെയുള്ള മറ്റു പലരും ഇങ്ങനെ വന്നിട്ട് ജോയിൻ ആവാനുണ്ടായിരുന്നു. പല സ്ഥലത്തു നിന്ന് വന്നിട്ട്, അതായത് ഇടുക്കി, ഏനാത്ത്, പള്ളിമുക്ക്, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നിട്ട് ആളുകൾ ജോയിൻ ആയിട്ടുണ്ടായിരുന്നു. അനിയത്തിമാരുടെ വീടുകളൊക്കെ അവിടെയൊക്കെയാണ് കേട്ടോ. കുറേ പേര് നമ്മൾ പോയി പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, കുറേ പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ള ആളുകൾ ഒത്തൊരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു കിടിലൻ ട്രിപ്പായിരുന്നു കേട്ടോ. പാട്ടിനൊത്ത വിഷ്വൽ എനിക്ക് ഇപ്പോഴാ കിട്ടിയത്. ഇതെന്താ വ്ലോഗ് ആയിരിക്കുമല്ലയോ? നിങ്ങൾ അവരെ ഒഴിവാക്കിയെന്ന് കേട്ടല്ലോ. അവര് നമ്മളെ ഒഴിവാക്കിയെന്ന് ഇല്ലല്ലേ? അല്ലല്ല ആ വണ്ടിയല്ല, അപ്പൊ പോയി നേരത്തെ ആ വണ്ടിയല്ലല്ലോ, അത് ഹോണ്ട സിറ്റി അല്ല, അത് ഹോണ്ട സിറ്റി അല്ലടി. എനിക്ക് മുത്തന്നെ വന്നതോ അതോ ഫോണിനോ? ആ ബോട്ടിൽ കയറാം, ബോട്ടിൽ കയറാം, ബോട്ടിൽ പോവാ, ബോട്ടിൽ കയറാം. ഇങ്ങോട്ട് നോക്കി പറ, ബോട്ടിൽ പോവാന്ന്. എവിടെ പോവാ? ബോട്ടിൽ പോവാ. എവിടെ പോവാ? പറ, എവിടെ പോവാ? ജ്യൂസ് വേണോ? ജ്യൂസ് വേണോ? കുടിച്ചോ, കുടിച്ചോ. അങ്ങനെ കുഞ്ഞൂസിനൊപ്പം നമ്മൾ വണ്ടിയിലിരുന്നിട്ട് സ്ഥലം എത്തിയതേ അറിഞ്ഞില്ല കേട്ടോ. അത്ര എൻജോയ്മെൻ്റ് ആയിരുന്നു. ഇപ്പം എൻ്റെ ഇപ്പോൾ ഹിബൂസ്, റിസ്വാനോ ഒന്നുമില്ല. അവർക്ക് രണ്ടാൾക്ക് എക്സാം ആണ്. അപ്പോൾ രണ്ടാളെ സ്കൂളിൽ വിട്ടിട്ടാണ് കേട്ടോ ഞാൻ പോയത്. മക്കളെ കൊണ്ടുപോകാൻ തള്ള പോയി എന്ന് പറഞ്ഞാൽ പോയി, അത്രേ ഉള്ളൂ. അങ്ങനെ ഹിബൂസിനെയും റിസ്മോനെയും പോലെ ഈ ട്രിപ്പിൽ ജോയിൻ ആവാൻ പറ്റാത്ത വേറെ ചിലരും ഉണ്ട് കേട്ടോ. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസൊക്കെ എടുത്തതും ഇപ്പോൾ ഇത് അപ്ലോഡ് ചെയ്യുന്നതും. എൻ്റെ രണ്ട് അനിയന്മാർ ഒരുമിച്ച് നാട്ടിൽ വന്നിട്ടുള്ള അപൂർവ സുന്ദര നിമിഷമായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനൊരു ഫാമിലി ട്രിപ്പ് പോയതും. അവർ തിരിച്ചു പോകാറായിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാനിത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എല്ലാവരും തിരിച്ച് അവരവരുടെ ജോലി സ്ഥലത്ത് തന്നെ ആയിരിക്കും. പിന്നെ ഇതിൽ കൂടാൻ പറ്റാത്തൊരനിയനുണ്ട്. ഓൻ്റെ വൈഫും ഞാനും സിംഗിൾസ് അടിച്ചങ്ങ് ട്രിപ്പ് പോയിട്ടോ. അപ്പം നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയിട്ടുണ്ട്. നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് ബോട്ടിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പം നമ്മുടെ ബോട്ട് ഇതേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്.
അങ്ങനെ ഞങ്ങൾ എല്ലാവരും ദേണ്ട ബോട്ടിലേക്ക് കയറുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല അടിപൊളി ഒരു ബോട്ടായിരുന്നു. 3 ബെഡ്റൂമൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ബോട്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ആ ബോട്ടിട്ട് ഡ്രൈവർ അങ്കിൾ ദേണ്ട അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ചെന്ന് കയറുന്നിടത്ത് തന്നെ ഒരു ഡൈനിങ് ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ നമുക്ക് കുടിക്കാനുള്ള വെള്ളമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും വെള്ളം കുടിച്ച് കേട്ടോ. ഞാൻ ലാസ്റ്റ് വന്നിട്ട് വെള്ളമൊക്കെ എടുത്ത് കുടിച്ച്. അപ്പം എല്ലാവരും ഫ്രഷൊക്കെ ആയിട്ട് പിന്നെ നമ്മൾ നേരെ മുകളിലേക്ക് പോയി. പിന്നെ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ റൂം ടൂറൊക്കെ ഒന്ന് കാണിക്കാം കേട്ടോ. അടിപൊളിയായിട്ടുള്ള ജിപ്സം സീലിംഗ് വർക്കും AC-യും ഫാനും വാൾ പെയിൻറ്റിങ്ങും ഒക്കെ ആയിട്ട് നല്ല കിഡിലെ റൂംസ് ആയിരുന്നു. നല്ല ഹോംലി ഫീൽ വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ കണ്ണാടി കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരുങ്ങിയില്ല, നമ്മളെ മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി അങ്ങനെ ഒന്ന് ആക്കിയിട്ടൊക്കെ മുകളിൽ കയറി വന്നു കേട്ടോ എല്ലാവരും. അങ്ങനെ താഴേന്ന് മുകളിലേക്കൊക്കെ കയറി വന്ന ആ ഒരു ഫോഴ്സിന് എല്ലാവരും വീഡിയോസൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. നല്ല വിഷ്വൽസൊക്കെ ആയിരുന്നു. ഫസ്റ്റ് കാണുമ്പോൾ എന്തായാലും ഒരു എക്സൈറ്റ്മെൻ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ. പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈം അല്ല കേട്ടോ. ഞാൻ ഈ മക്കളും പിന്നെ ഇക്കാടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് മുമ്പൊരിക്കൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഞങ്ങളെ എല്ലാവരെയും ഇങ്ങനെ നിരത്തി ഇരുത്തിയിട്ട് ഞങ്ങളുടെ ആഷിക്ക് മൈക്കൊക്കെ കയ്യിലെടുത്തിട്ട് ഭയങ്കര അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അവൻ ഭയങ്കര വൈബായിരുന്നു. അവനായിരുന്നു ആ ട്രിപ്പിൻ്റെ ഒരു ലീഡർ എന്ന് പറയാൻ. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യിച്ചു ഓരോ അനൗൺസ്മെൻറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. നിങ്ങൾ ഗാനം ആലപിച്ചാൽ മാത്രമേ ബാക്കിയുള്ളവരുടെ ഗാനം ആലപിച്ച ഓരോ പരിപാടികൾ ഇവിടെ തുടങ്ങത്തുള്ളൂ. പാട്ട് അറിയാം, മറ്റൊരു പാടിയാൽ അലമ്പ നിങ്ങൾക്കുള്ള അവസരങ്ങളാണ്. നമുക്ക് വേണ്ടി ഏവരും കാത്തിരിക്കുന്ന നിമിഷം നമ്മുടെ മണ്ണടി അഫിയുടെ ഡാൻസ് ആണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് അഫിയുടെ ഡാൻസ് എല്ലാം സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങേണ്ടതാണ്. 5 പേര് ചോറിന് സമയമാകുമ്പോ ഞങ്ങളെ വിളിക്കാൻ ചോറ് തരാം. 5 പേർക്കുള്ള ചോറ് ഞങ്ങൾ തരുന്നതായിരിക്കും. നിങ്ങളുടെ പാട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ തൂമ്പറയുടെ യൂട്യൂബ് വ്ലോഗറായ ചിപ്പി തട കുച്ചിപ്പൊടി ഉണ്ടായിരിക്കുന്നതാണ്. കുച്ചിപ്പൊടി കാണുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റേജിൽ എത്തിച്ചേരേണ്ടതാണ്. അങ്ങനെ ലേഡീസ് ആരും പാട്ട് പാടാത്തതിൻ്റെ പ്രതിഷേധത്തിൽ അവൻ പോയിക്കിരുന്ന് ഉറങ്ങാൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഷൈനുവിൻ്റെ അത്തച്ചി വന്നിട്ട് പാട്ടൊക്കെ പാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ വൈബ് വേറെ ലെവലായി. അതിനുശേഷം യങ്സ്റ്റേഴ്സ് എല്ലാവരും പാട്ട് പാടി കേട്ടോ. പിന്നെ അതേണ്ട നമ്മളെ ബോട്ട് ഇടയ്ക്കൊന്ന് കരയ്ക്ക് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പറ്റും. സാധനം എന്ന് പറഞ്ഞാൽ ഫിഷൊക്കെ ഉണ്ടായിരുന്നു. സ്പെഷ്യൽ ഫിഷും നല്ല വലിയ ചെമ്മീനും പിന്നെ കരിമീനും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അവന്മാർ വാങ്ങിച്ചിട്ട് താഴെ കിച്ചണിൽ കൊണ്ടുവന്ന് കൊടുത്ത് അവർ നമുക്കത് പ്രിപ്പയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പുറത്തെ ബോട്ടിലുള്ളവരുടെ പോയിട്ട് ഹായ് പറയുക. പിന്നെ ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഓരോ ചൂണ്ടയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്ന് പിടിച്ചേ. അയ്യോ പെരട്ടി കഴിക്കുമെന്നോ? അതൊരു ബുദ്ധിയാണല്ലോ. കൊള്ളാവോ? പുതിയ ബുദ്ധി കൊച്ചു കണ്ടുപിടിച്ചിരിക്കുന്നത്. മിഠായില് ചീസ് ബോൾസ് ഡിപ്പ് ചെയ്ത് കഴിക്കുന്നുണ്ടോ? അന്നേരം ഇതിന് മധുരം വരും, അതിന് പുളിയും വരും. അങ്ങനെ ചൂണ്ട വാങ്ങിച്ചത് അഴിച്ചെടുത്തപ്പോഴത്തേക്കും ഫുള്ള് കുരുക്ക് വീണു കേട്ടോ. അങ്ങനെ കുറേ സമയം പിന്നെ ഞാൻ അതിൻ്റെ ആ ചൂണ്ടയുടെ കുരുക്കഴിപ്പായിരുന്നു ഞങ്ങൾ കുറച്ച് പേര് ചേർന്നിട്ട്. അങ്ങനെ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് ചൂണ്ടയൊക്കെ ഇട്ടിരുന്നു കേട്ടോ. പക്ഷേ എന്താണ്ട് ചെറിയ 2 മീനൊക്കെ കിട്ടിയിട്ടുള്ളായിരുന്നു. വലിയ മീനൊന്നും കിട്ടിയില്ല ഗൈസ്. അങ്ങനെ ഫുഡ് കഴിക്കാൻ ടൈം ആവാറപ്പോഴത്തേക്കും ഞാൻ താഴെ പോയിട്ട് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇതുണ്ട് ഈ ഒരു റൂമിലാണ് കേട്ടോ നമസ്കരിച്ചത്. ഓരോ റൂമും ഡിഫറെൻറ്റ് പാറ്റേണിൽ ഡിഫറെൻറ്റ് ഡിസൈനിലുള്ള ജിപ്സത്തിലൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ നമസ്കരിച്ചൊക്കെ കഴിഞ്ഞിട്ട് താഴെ മുറിയിൽ നിന്നുള്ള ഒരു വ്യൂ എടുത്തു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് മുകളിൽ നിന്നുള്ള വ്യൂവിനെക്കാട്ടി ഒരുപാട് ഇഷ്ടപ്പെട്ടത് താഴെ നിന്നുള്ള വ്യൂ ആണ്. പിന്നെ ആ വെള്ളമൊക്കെ കയറിപ്പോയപ്പോഴത്തേക്ക് ഇതെൻ്റെ എല്ലാവരും ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഊണെന്ന് പറയുന്നത് നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ചെമ്മീൻ ഫ്രൈ, കരിമീൻ ഫ്രൈ, ചിക്കൻ കറിയും ഒക്കെ ആയിട്ട് ഒരു 10-12 കൂട്ടം കറികൾ ചേർത്തിട്ടുള്ള ഊണായിരുന്നു കേട്ടോ. അടിപൊളി ഊണായിരുന്നു. നമ്മുടെ ഈ ട്രിപ്പിൻ്റെ സ്പോൺസേഴ്സ് ഇവരാണ് കേട്ടോ.
അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ വീഡിയോസ് ഒന്നും വേണ്ടാന്ന് വിചാരിച്ചിരുന്നതാണ് ഗൈസ്. പക്ഷേ ആ ഒരു സമയത്തെ ആ ഒരു ക്ലൈമറ്റ് എന്ന് പറയുന്നത് പിന്നെ കിട്ടത്തില്ല എന്ന് വെച്ചിട്ടാണ് ഞാൻ കേട്ടോ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് എടുത്തത് ഈ വീഡിയോസ്. ഒരാഴ്ച മുന്നേ നമ്മളെ അധികം സന്തോഷിപ്പിച്ച പ്രകൃതി തന്നെ വളരെ കുറച്ച് ദിവസത്തിനിപ്പുറം നമ്മളെ ഇത്രയും കണ്ണീരിലാഴ്ത്തു എന്ന് ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പം സത്യം പറഞ്ഞാൽ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ തന്നെ വയനാടിൻ്റെ അവസ്ഥയാണ് കേട്ടോ ഓർമ്മ വരുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേണ്ട ഐസ്ക്രീമിൻ്റെ ബോട്ട് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അടുത്തേക്ക്. അങ്ങനെ എല്ലാവർക്കും ഓരോ ചോക്കോബാറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചോക്കോബാർ, മാംഗോ ബാർ അങ്ങനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ ആഷിഖിൻ്റെ അനൗൺസ്മെൻറ്റുമായിട്ട് ഞങ്ങളുടെ ട്രിപ്പ് മുന്നോട്ട് പോവുകയാണ് ഗൈസ്. അങ്ങനെ ഞാൻ ദേ അവിടുന്ന് മാംഗോ ബാറൊക്കെ കഴിച്ചുകൊണ്ട് അവൻ്റെ ബെഡായി വെക്കുകയാണ്. പിന്നെ അവരെല്ലാവരും പാട്ടൊക്കെ പാടിയതിൻ്റെ അനീതിയുടെ ഹസ്ബൻഡാണ് കേട്ടോ. അങ്ങനെ UK ടീമും ദുബായ് ടീമും അബുദാബി ടീമും ഒക്കെ മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നു കേട്ടോ. പിന്നെ അത് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുഞ്ഞൂസിൻ്റെ സോങ് ആയിരുന്നു കേട്ടോ. ചിലപ്പോൾ ഇത് സ്ഥാപനത്തിനൊക്കെ ഇട്ട് കൊടുക്കണം, അതിനാണ് രാവിലെ 11 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ആയിരുന്നു കേട്ടോ നമുക്ക് ബോട്ടിൽ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അത്രയും നേരം മാക്സിമം എക്സ്പ്ലോർ ചെയ്തിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പം ഞാൻ കുറേ മൊമെൻറ്റ്സ് ഇങ്ങനെ പകർത്തുന്നുണ്ടപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബിലിടാനാണോ എന്ന്. എനിക്ക് തന്നെ ഒരു ഉറപ്പില്ലായിരുന്നു ഗൈസ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ മിക്ക വ്ളോഗ്സ് ഇങ്ങനെ എടുക്കാറേ ഉള്ളൂ, ഇടാറില്ല കേട്ടോ. എനിക്ക് എഡിറ്റിംഗ് ഒക്കെ ഭയങ്കര മടിയാണ്, ഞാൻ ഭയങ്കര മടിച്ചയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ചിലപ്പോഴേ ഇടുള്ളൂ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇടാണ് ഗൈസ്. കാരണം ഈ മൊമെൻറ്റ്സ് ഒന്നും നമുക്ക് മിസ് ചെയ്യാൻ പറ്റത്തില്ല. എപ്പോഴായാലും നമ്മുടെ ഫോണിൽ നിന്നൊക്കെ പോയാലും യൂട്യൂബിലുണ്ടാവുമല്ലോ, അപ്പം നമുക്കെപ്പോൾ ആണെങ്കിലും എടുത്ത് കാണാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഇടുന്നത്. അതുപോലെ തന്നെ ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്ത കുറേ പേരുണ്ട്. അവർക്ക് എല്ലാ പേർക്കും കുറച്ച് മൊമെൻറ്റ്സ് എങ്കിലും കാണാൻ വേണ്ടിയിട്ടും പിന്നെ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എങ്കിലും വെറുതെ ഒരു രസം. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.